ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഫോറക്സ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോട്ട് സൈസ് ഇൻ XAU/USD. ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചൊരു കാര്യമാണ് ലോട്ട് സൈസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഗോൾഡിൽ നമുക്ക് എങ്ങനെയാണ് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്, അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു ലൈവ് ട്രേഡിംഗ് കൂടി. ലൈവ് ട്രേഡിങ്ങിൽ എൻ്റെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ദെൻ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോട്ട് സൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗോൾഡിൻ്റെ മാത്രമേ ലോട്ട് സൈസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കറൻസി പെയർസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാം, മേജർ കറൻസി പെയർസിൻ്റെ. ഓക്കെ, സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട്, നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ആക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് നമുക്ക് 3 ലോട്ട് സൈസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, റൈറ്റ്. ഒന്ന് മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ തന്നെ അറിയാം, ഏറ്റവും ചെറിയ ലോട്ട് സൈസിനെയാണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. അത് 0.01 ആണ് ഗോൾഡിൽ. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മിനി. മിനിയുടെ ലോട്ട് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.1. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡ്. അത് നമുക്ക് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 3 ടൈപ്പ് ഓഫ് ലോട്ട് സൈസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ചെറിയ ലോട്ട് 0.01, അത് നമുക്ക് ബൈ ചെയ്യാം. 0.1 നമുക്ക് ബൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് ലോട്ട് നമുക്ക് ബൈ ചെയ്യാം. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഗോൾഡിൻ്റെ 3254 അല്ലേ, നിങ്ങൾ ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റും. $3254 ഉള്ളത്. ഓക്കെ, ഈ ഒരു 3254 നിന്ന് 3255 മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കാം. അതായത് $1 ചേഞ്ച് വന്നു മാർക്കറ്റിൽ. $1 മാർക്കറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈക്രോ ലോട്ട് നിങ്ങൾ ബൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡിൽ 1 ഔൺസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൈസ് 3254 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഔൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു മൈക്രോ ആണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ 3254 നിന്ന് 3255 വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1 ആണ്. $1 നിങ്ങളുടെ പ്രോഫിറ്റ്. വളരെ സിമ്പിൾ. രണ്ടാമത് മിനി ലോട്ടാണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നത് 10 ഔൺസ് ആയിട്ടാണ്. അതായത് 3254 നിന്ന് 3255 പോയിട്ടുണ്ടെങ്കിൽ $1 ആണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ മിനി ലോട്ടാണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ 10 × 1, അപ്പോൾ എത്രയാണ്? $10 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. $10 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ 100 ഔൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ 3254 നിന്ന് $1 കൂടിയ സമയത്ത് 100 × 1 ഏകദേശം $100 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും, റൈറ്റ്. $1 മൂവ്മെൻറ്റ് ചെയ്ത സമയത്ത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഗോൾഡിൻ്റെ ലോഡ് സൈസ്. നിങ്ങൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിപ്പ് വാല്യൂ അല്ലേ, പിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഇൻ പോയിൻറ്റ്, പിപ്പ് വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് പല വീഡിയോസിലും പല ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, പിപ്പ് വാല്യൂ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിന് വലിയ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾ ഈ ഒരു ടേബിൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ കൂടുതൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ എന്നാലും ജസ്റ്റ് ഒന്ന് പിപ്പ് എന്താണെന്ന് പറയാം. പിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡിൽ ഏറ്റവും ചെറിയ പോയിന്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഡിജിറ്റ് പോയിന്റിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 0.01 ആണ്, റൈറ്റ്. 0.01 ആണ് പിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗോൾഡ് $1 മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അവിടെ 100 പിപ്സ് മൂവ്മെൻറ്റ് നടത്തുന്നതാണ്. അതാണ് ആക്ച്വലി ശരിയായിട്ടുള്ള കാര്യം. ബട്ട് നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഗോൾഡിൻ്റെ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളൊരു ബൈ എൻട്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഏകദേശം 10 പോയിൻറ്റ് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്, 8 പോയിൻറ്റ് മൂവ്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 8.76. അതായത് ഈ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 3229 മുതൽ 3237 വരെ മൂവ്മെൻറ്റ് നടത്തി. അപ്പോൾ ഏകദേശം $8.8 മൂവ്മെൻറ്റ് നടത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈക്രോ ആണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും? $8 മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. മൈക്രോ ആണ് ബൈ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് $8 പ്രോഫിറ്റ് കിട്ടും.
മിനിയാണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് $80 പ്രോഫിറ്റ് കിട്ടും. സ്റ്റാൻഡേർഡ് ലോട്ടാണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് $800 പ്രോഫിറ്റ് കിട്ടും. സിമ്പിൾ. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, വലിയ കൺഫ്യൂഷൻ ഇല്ല. ഞാനിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് 1, 10, 100 എന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ലോട്ട് സൈസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് നമ്മളൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ഉണ്ട്. അപ്പം നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഫണ്ടഡ് അക്കൗണ്ട് ഏകദേശം 20,044 ആണ് ഇപ്പം കറണ്ട് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ടൈം എടുത്ത സമയത്ത് ഏകദേശം അതിനുശേഷം ഏകദേശം $500 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ ആ ഒരു ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നു. പിന്നെ വീഡിയോസ് എല്ലാ ദിവസവും ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫിക്സ്ഡ് ടൈം അല്ലല്ലോ, നമ്മൾ 24 hour ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ ചില സമയങ്ങളിൽ അത്ര ഒരു എനർജി ഉണ്ടാകില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ വീഡിയോ എല്ലാ ദിവസവും ചെയ്യുന്നതിന് പകരം ഒരു വീക്കിലി അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഗോൾഡിൽ അല്ലെങ്കിൽ ഫോറക്സിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 minute ചാർട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം. ഓക്കെ. ആൻഡ് ആദ്യം ഞാൻ നോക്കുന്നത് ജസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളത്, എന്താണ് ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഹ്യൂജ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോ, പിന്നെ ഒരു ഹൈ, പിന്നെ ഒരു ലോ. റൈറ്റ്. അതായത് മാർക്കറ്റിലൊരു സെല്ലിംഗ് നടന്നിട്ട് പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ പോയിൻ്റ്. ദെൻ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അഗെയിൻ ഹൈ, പിന്നെ അഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ലെവൽ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ. സോ ദാറ്റ് മീൻസ് മേ ബി അപ്സൈഡിനോട്ടുള്ള സാധ്യതകൾ മാർക്കറ്റിലുണ്ട് അല്ലേ. ഇവിടുന്ന് അപ്സൈഡിലോട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്. ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് എല്ലാവരും മെജോറിറ്റി ഓഫ് പീപ്പിൾസ് വിചാരിക്കുന്നുള്ളത്. ഓക്കെ. ബട്ട് എല്ലാവരും ഒരേ സമയത്ത് ചിന്തിക്കുന്ന അതേ ഡയറക്ഷനിലോട്ടായിരിക്കില്ല മാർക്കറ്റ് എപ്പോഴും മൂവ്മെൻറ്റ് നടത്തുന്നത്. മെജോറിറ്റി തിങ്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ആൻഡ് ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുവാണെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിങ് നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത് മേ ബി ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ്, ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡ്, ഹൈ ക്രിയേറ്റ് ചെയ്തു മേ ബി ഡൗൺ സൈഡിനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഈവൻ ഒരു 60% സാധ്യത. ഓക്കെ. അപ്പോൾ ഞാൻ ഓവറോൾ ഒരു വ്യൂ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബിയറിഷ് വ്യൂ എന്നുള്ളത്. റൈറ്റ്. ബിയറിഷ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലോട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് മേ ബി ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എപ്പോഴാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലോട്ട് താഴോട്ട് വരുവാണെങ്കിൽ. ഓക്കെ. ആ ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. വ്യൂ ഓൾറെഡി ബീറിഷ് ആണ്. എവിടെ നിന്നാണ് ഒരു ബീറിഷ് വ്യൂ സ്ട്രോങ് ആയിട്ട് വരുന്ന ലൊക്കേഷൻ അതുകൂടി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളത്, മാർക്കറ്റ് ഇനി ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിലോ മേ ബി ആ ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതകളുണ്ട് അല്ലേ. അപ്പം അതും എൻ്റെ ഈ ഒരു ഇപ്പം നടക്കുന്ന ഒരു പോയിന്റിൽ എനിക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ഒരേ വ്യൂവിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോകും. അപ്പോൾ അതും ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ. ബട്ട് പേഴ്സണലി ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു സെല്ലിംഗ് എൻട്രിക്കാണുള്ളത്. കാരണം മാർക്കറ്റിൽ ഓൾറെഡി ഒരു ഹ്യൂജ് സെല്ലിംഗ് നടന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു സെൽ എൻട്രി കൺസിഡർ ചെയ്യും. സിമ്പിൾ പ്ലാൻ. ഇപ്പം ഞാൻ ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് 2 മിനിറ്റ് അല്ലെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം ഒരു പ്ലാൻ ആയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഇനി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ഗോൾഡ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ട്രേഡ് പ്ലാൻ. ഓക്കെ. അപ്പോൾ ഇത് ഫുൾ ടൈം എനിക്കിത് വാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലിൽ നിന്നായിരിക്കും വാച്ച് ചെയ്യുക. ഒരു അലർട്ട് സെറ്റ് ചെയ്യണം ട്രേഡിംഗ് വ്യൂവിൽ. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അലർട്ട് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അലർട്ട്, അതായത് ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു അലർട്ട് ട്രേഡിംഗ് വ്യൂ തരും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഫുൾ ടൈം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറക്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ, ഇനീഷ്യൽ ട്രേഡ് പ്ലാൻ. സോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. കേസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഗോൾഡ് നമ്മുടെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ട്രേഡ് ഇവിടെ എടുക്കുവാണ്. MT5ൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 0.2 ലോട്ട്. ഓക്കെ, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്നത് മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. റൈറ്റ്. അങ്ങനെ വന്ന സമയത്ത് ഞാനൊരു ട്രേഡ് ഞാനിവിടെ പ്ലാൻ ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിങ് ഹൈൻ്റെ മുകളിൽ വെക്കുകയാണ്. നിയർലി ഒരു 15 പോയിന്റ്. ലോസ് വരുവാണെങ്കിൽ ഒരു $300 സംതിങ്. ഓക്കെ, ആൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് സെയിം. ഞാൻ 1:1 ആണ് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസ്ക് റിവാർഡ് ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു പോയിന്റ് 1:1 മിനിമം എന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മേ ബി ഈ ഒരു ലെവൽ, റൈറ്റ്, ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ട്രേഡ് എടുത്ത പ്ലാന് ജസ്റ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. സോ വെയിറ്റിംഗ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഗോൾഡ് തന്നിട്ടുണ്ട്. ട്രേഡ് എടുത്തത് ഏകദേശം ഒരു 6 മണി സംതിങ് ആണ്. ഏകദേശം ഒരു 1.5 hour ആയി ഈ ഒരു ട്രേഡിന് വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. $300 ആണ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. നമുക്കൊന്നെങ്കിലും മാനുവലി ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നു. ടാർഗറ്റ് ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്, വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ട്രേഡ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത പ്രകാരം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഇപ്പം ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രയും നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ട്രേഡുകൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നുന്നു. ബാക്കൊക്കെ വരുവാണെങ്കിൽ പിന്നെ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. സോ നിയർലി ഒരു $300 അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. കറക്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്. നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഈ ഒരു സിങ് ഹൈ ആയിരുന്നു. ആ ഒരു ലെവൽ ആദ്യം ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു. പിന്നീട് അത് ബ്രേക്ക് ഔട്ട് നടത്തി, റീട്രസ്റ്റ് നടത്തി. പിന്നെ എൻ്റെ അവിടെ ഒരു ട്രാപ്പാണ് അവിടെ നടന്നിരുന്നത്. ബയേഴ്സ് ട്രാപ്പായിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്ന് ഈ ഒരു ക്യാൻഡിലാണ് ട്രേഡ് എടുത്തിരുന്നത്. ഈസി ഒരു ട്രേഡ് 1:1. ഓക്കെ, ഓൾസോ ഞാൻ ഈ ഒരു ട്രേഡ് എടുത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് കാണിക്കുന്നത് ഒരിക്കലും എന്താണ്, ഞാൻ വലിയൊരു ട്രേഡറാണ്, ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കും എന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ അനലൈസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് ആൻഡ് ആ ഒരു അനലൈസ് ചെയ്ത പ്രകാരം എങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നു. ദെൻ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ ആ ഒരു ട്രേഡ് മാനേജ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ, ലൈവായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് ഇത് പല ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. സോ അപ്പോൾ എന്തായാലും ഇനി എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വീക്കിലി 1-2 വീഡിയോസ് ഞാൻ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് പ്ലസ് ഫോറക്സ് സീരീസ് ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.